മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. 8. 2ന്റെയും 4ന്റെയും വർഗമായ സംഖ്യയെയാണ് 8 എന്ന അക്കം ലക്ഷ്യമാക്കുന്നത്. സംഖ്യാവാചി മാത്രമായല്ല ഭാഷയിൽ 8 നിലനിൽക്കുന്നത്. ഒട്ടധികം ആശയങ്ങളെ 8 പ്രതീകവൽക്കരിക്കുന്നു. 8ന്റെ പണി കിട്ടുക എന്നൊരു പ്രയോഗം ഭാഷയിലുണ്ട്. ഓർക്കാപ്പുറത്ത് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കയറുമ്പോൾ 8ന്റെ പണി കിട്ടി എന്ന് പരിഭവം പങ്കുവയ്ക്കാറുണ്ട്. 8 എന്ന അക്കം എഴുതാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടിനെ കണക്കാക്കി ചെയ്യാൻ പ്രയാസമുള്ള ജോലികളെയാണ് 8ന്റെ പണി എന്ന് പറഞ്ഞു പോരുന്നത്. പരീക്ഷയിലോ മറ്റേതെങ്കിലും മേഖലയിലോ സമ്പൂർണ്ണ തോൽവിയുണ്ടാകുന്നതിനെ സൂചിപ്പിക്കാൻ 8 നിലയിൽ പൊട്ടുക എന്നും പ്രയോഗിക്കാറുണ്ട്. അടി തെറ്റി എന്ന അർത്ഥത്തിലാണ് ഇതുപയോഗിക്കുന്നത്. 1951 ബഷീർ എഴുതിയ ചെറുകഥയാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. പിൽക്കാലത്ത് പല കഥകളിൽ പ്രത്യക്ഷപ്പെടുന്ന ബഷീറിൻ്റെ പല കഥാപാത്രങ്ങളും ഈ കഥയിൽ കടന്നു വരുന്നുണ്ട്. താൻ ചെയ്യാത്തതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വീമ്പിളക്കി നടക്കുകയാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം. അവനവൻ്റേതല്ലാത്ത കാര്യം ഒരാൾ അവകാശപ്പെടുന്നതിനെ മുൻനിർത്തിയാണ് എട്ടുകാലി മമ്മൂഞ്ഞ് ഒരു ശൈലിയായി രൂപപ്പെട്ടത്. വില കുറഞ്ഞത്, നിസാരം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കാശിനെട്ട് എന്ന പ്രയോഗമുണ്ട്. വേണാട്ടിലെ 8 നായർ വീടുകളിൽ നിന്നുള്ള ഒരു കൂട്ടം പ്രഭുക്കന്മാരെ വിശേഷിപ്പിക്കാൻ 8 വീട്ടിൽ പിള്ളമാർ എന്ന് പറഞ്ഞു പോരുന്നു. CV രാമൻ പിള്ളയുടെ ചരിത്രാഖ്യായികയിലും 8 വീട്ടിൽ പിള്ളമാർ കടന്നു വരുന്നുണ്ട്. മാൻഡ്രേക്ക് കഥകളിൽ 8 പ്രശ്നഭരിതമായ സംഖ്യയായി അവതരിപ്പിക്കുന്നുണ്ട്. ആരംഭവും അവസാനവും എവിടെ നിന്ന് എന്ന വ്യക്തതയില്ലാത്തതാണ് 8 എന്ന സംഖ്യയുടെ വൈചിത്ര്യം. തെറ്റാതെ വാഹനമോടിച്ചു പഠിച്ചു എന്നതിൻ്റെ സാധ്യതയാണ് 8. ഇരുചക്ര വാഹനങ്ങൾ നിരത്തിൽ ഓടിക്കണമെങ്കിൽ 8 എന്ന സംഖ്യയുടെ രൂപമാതൃകയിൽ ഓടിച്ചു വേണം പരീക്ഷ പാസ്സാകാൻ. 1967 ഇറങ്ങിയ പരീക്ഷ എന്ന ചിത്രത്തിലെ അതിപ്രശസ്തമായ ഗാനത്തിൽ 8ഉം പൊട്ടും തിരിയാത്ത പാവാടക്കാരി എന്നൊരു വരിയുണ്ട്. യാതൊന്നും തിരിയാത്ത പ്രായം എന്നാണ് ഇത് ധ്വനിക്കുന്നത്. 8ഉം പൊട്ടും തിരിയാത്ത ബാല്യത്തിലും സ്ത്രീ സൗന്ദര്യത്തിൽ കണ്ണും നട്ടിരിക്കുന്ന പുരുഷ കോമളന്മാരെയും ഈ പാട്ട് സൂചിപ്പിക്കുന്നു. വലിയവരുടെ ഇടയിലെ ചെറിയ ആൾ എന്ന അർത്ഥത്തിൽ 8 ഇട്ടിയിൽ ഒരു കുഞ്ഞിട്ടി എന്ന് ഉപയോഗിക്കാറുണ്ട്. വരുതിയിലാക്കാൻ പല പ്രയോഗങ്ങളും ചെയ്തു എന്നതിനെ സൂചിപ്പിക്കാൻ 8 വെട്ടടവും പയറ്റി നോക്കി എന്നും പറയും. മണ്ണ് ഔഷധഗുണമുള്ളതായതിനാൽ ത്വക്ക് രോഗങ്ങൾ മാറാൻ 8 കണ്ടങ്ങൾ ഉരുളുക എന്ന വഴിപാട് കായംകുളത്തിനടുത്തുള്ള ഓച്ചിറ ക്ഷേത്രത്തിൽ നിലവിലുണ്ട്. 2 ഗോളങ്ങൾ ചേർന്നിരിക്കുന്ന തരത്തിലുള്ള രൂപമുള്ളതിനാൽ 8 ഭൂമിയും സ്വർഗവും തമ്മിലുള്ള അടുപ്പത്തെ പ്രതീകവൽക്കരിക്കാൻ ഉപയോഗിക്കുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.